നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകും സീരീസിൽ ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ഒരു താരം, ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, അവൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു വഴിയാത്രക്കാരനെ ഇടിച്ചു. കാര്യമായ പരിക്കുകളുണ്ടെന്ന് തോന്നുന്നു. വേറെ അപായങ്ങളൊന്നും ഉണ്ടായില്ല, മരണം സംഭവിച്ചില്ല. ആള് നല്ല ഫിറ്റായിരുന്നു, നല്ല ബോധമില്ല, എന്താ പറയുക, കുഴഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനവും, പിന്നെ അവന് നേരെ നിൽക്കാൻ പോലും ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നാട്ടുകാർ പിടിച്ചത്. നാട്ടുകാർ പിടിച്ചു, അവരോട് വെക്കിട്ട് കയറുകയും അവരെ തെരുവിളിക്കുകയും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പറയുന്ന നടനെ അവർ കെട്ടിയിടുകയും, പിന്നെ ഇതിനകത്ത് ഈ നമുക്ക് അവസരങ്ങൾ കൈ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്ന ചില അവന്മാർ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുകയും അവൻ്റെ ദേഹത്ത് ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ചെയ്തവരാരായാലും അത് ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം പ്രതിയെ, ഈ പറയുന്ന ആളെ പിടിച്ചു നിർത്താൻ മാത്രമേ, പോലീസ് വരുന്നവരെ പിടിച്ചു നിർത്താൻ മാത്രമാണ് നമുക്ക് അധികാരമുള്ളത്. അവനെ ശിക്ഷിക്കാനോ അവൻ്റെ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അധികാരമില്ല. ഇന്നലെ അവൻ്റെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ, അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന രീതിയിലുള്ള ഒരു രംഗം വീഡിയോയിൽ കാണുകയുണ്ടായിരുന്നു. അത് എന്തായാലും അങ്ങനെ ചെയ്ത ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം. അത് 100% ശരിയാണ്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് വരികയാണ്. ഇന്നലെ ആ സംഭവത്തിന് ന്യായീകരിച്ചുകൊണ്ട് ജിഷിൻ എന്ന് പറയുന്ന സീരിയൽ നടൻ ഒരു വീഡിയോ ഇറക്കുണ്ടായി. ആ വീഡിയോയിൽ പറയുന്നത്, പലരും ഈ പറയുന്ന പോലെ സീരിയൽ ആർട്ടിസ്റ്റുകളും മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ മദ്യപിക്കുകയും ഇതുപോലെയൊക്കെ വണ്ടി ഓടിച്ച് പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ സാധാരണമാണ്. ആ ജിഷിൻ എന്ന് പറയുന്ന ആക്ടറിന് വിഷമം മുഴുവൻ അവൻ എന്താ പറയുക, ഈ പറയുന്ന ഉപ്പുമുളകിലെ ആ ഒരു പയ്യനെ എന്താ പറയുക, അവൻ്റെ കഴുത്ത് ഞെരിച്ചതും അവനെ കെട്ടിയിട്ടതും അവനെ ദേഹോപദ്രവം ചെയ്തതും. ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞു, അത് ചെയ്യുന്നതിന് ഒരു ജനങ്ങൾക്ക് അധികാരമില്ല, അത് ശരിയാണ്. പക്ഷേ അവൻ ഈ പറയുന്ന ബോധമില്ലാത്ത അവസ്ഥയിൽ നാട്ടുകാരെ മെക്കിട്ട് കയറുകയും അവരെ തല്ലാൻ ശ്രമിക്കുകയും അവരെ തെരുവിളിക്കുകയും ചെയ്ത ആരായാലും അവനെ വന്ന് തല്ലിപ്പോവും. അപ്പോൾ ജിഷിൻ പറഞ്ഞ് എന്താ പറയുക, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം, സിനിമയിലുള്ള ഈ പ്രവർത്തകർ, സീരിയലിലുള്ള പ്രവർത്തകർ മാത്രമല്ല, എല്ലാവരും കുടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടിച്ചുകൊണ്ട് എന്തിനാണ് വണ്ടി ഓടിക്കുന്നത്? ഇപ്പോൾ ഈ വഴിയാത്രക്കാരനെ ഇടിച്ചു, അയാൾക്ക് മരണം സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അപ്പോൾ ഈ പറയുന്ന മദ്യപിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സീരിയൽ, അതായത് ഉപ്പുമുളകിലെ ആ സീരിയലിലുള്ള ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാനിപ്പോൾ എടുത്ത് പറയാത്തത് കൊണ്ടാണ്. ആ ആർട്ടിസ്റ്റിന് ഈ പറയുന്ന മദ്യം മാത്രമല്ല, വേറെ എന്തൊക്കെയോ ലഹരിയിൽ അടിമപ്പെട്ട പോലെയാണ്. കാരണം കുടിച്ചതിനേക്കാളും ഓവറായിട്ടാണ് അയാളുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അവനെ പിടിച്ച് കെട്ടിയിട്ടത് വളരെ നന്നായി എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ജിഷിൻ പറയുന്ന പ്രകാരമാണെങ്കിൽ, ഈ കുടിച്ച് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആർട്ടിസ്റ്റുകൾ, സീരിയലാണെങ്കിലും സിനിമ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ജിഷിൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത്, സാധാരണക്കാരൻ പോട്ടെ, സീരിയൽ സിനിമ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ കയ്യിൽ കാശ് വെച്ചിട്ട് ഒരു ഹയർ ഡ്രൈവർ, അതായത് നമ്മുടെ എറണാകുളം പോലുള്ള മെയിൻ എല്ലാ നഗരങ്ങളിലും ഉള്ള ഒരു ഫെസിലിറ്റിയാണ്. നമുക്ക് പാർട്ടിയിലോ മറ്റു ഇതിൽ പോയി മദ്യപിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മളുടെ വണ്ടി ഓടിക്കാൻ തക്കവണ്ണമുള്ള ബോധം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഡ്രൈവറെ ഹയർ ചെയ്തുകൊണ്ട് ആ ഡ്രൈവർ നമ്മുടെ വണ്ടിയും നമ്മളെയും സേഫായി അവരുടെ വീടുകളിൽ എത്തിച്ചു തരും. അതായത് വീട്ടിലെത്തിക്കുന്നതിനുള്ള ഒരു സാമാന്യം ഒരു ഭേദപ്പെട്ട ഒരു കൂലി അവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താൻ സാധിക്കും. സെലിബ്രിറ്റി ആയിട്ടുള്ള സീരിയൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും സിനിമ ആർട്ടിസ്റ്റുകളാണെങ്കിലും അവർക്ക് ഈ ഒരു എന്താ പറയുക, പേഴ്സണൽ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടാവും. അവർക്ക് നല്ല ശമ്പളം കൊടുത്ത് തന്നെയാണ് അവർ നിർത്തിക്കുന്നത്. എവിടെ പോകുമ്പോഴും അവരായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. പക്ഷേ സീരിയൽ ആർട്ടിസ്റ്റുകളുടെ കേസിനകത്ത് വേണമെങ്കിൽ ഈ ഒരു ഫെസിലിറ്റി, റെന്റ് ഡ്രൈവർ എന്നുള്ള ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മദ്യപിച്ചുകൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങാതെ ഈ പറയുന്ന റെന്റ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ ഹയർ ചെയ്ത് ആ എത്തിക്കാനുള്ള ഒരു ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാവില്ല. അവരുടെ ആരോഗ്യവും അവരുടെ ശരീരവും അവർക്ക് എന്താ പറയുക ജീവനും നിലനിൽക്കും.
ജിഷിൻ എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ് മുഴുവൻ പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക, അവനെ ദേഹോപദ്രവം ചെയ്തു, അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇവൻ ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് റോഡിലിറങ്ങാൻ ഇവനാരാണ് അധികാരം കൊടുത്തത്? അങ്ങനെ റോഡിൽ ഇറങ്ങിയിട്ട് ഒരാളെ ഇടിച്ചു. ആ ഇടിച്ചത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അവൻ മദ്യപിച്ച് റോഡിൽ ഇറങ്ങിയത് ഒന്നാമത്തെ തെറ്റ്. ആ മദ്യപിച്ച് ഓടിപ്പോയി മറ്റുള്ളവരുടെ ദേഹത്ത് കയറി വണ്ടി ഇടിച്ചതും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റു അപകടങ്ങൾ ഉണ്ടാക്കിയതും മറ്റു തെറ്റാണ്. ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തു വന്നാലും ഈ പറയുന്നതിനകത്ത് ശിക്ഷ വേണം. കാരണം ഈ ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോയാൽ ഈ പറയുന്ന ഇതുപോലെ എന്തെങ്കിലും മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ച് ഫൈൻ അടപ്പിക്കാൻ പോലീസുകാർ വഴിയോരത്ത് മുഴുവൻ നിൽക്കുമ്പോൾ മദ്യപിച്ച് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന്, പാർട്ടി നടത്തുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം ഓടിച്ചു വന്നതിന് ശേഷമാണ് ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ ഈ വരുന്ന വഴിയിലൊന്നും, അതുപോലെ ക്രിസ്മസ് അടുത്തുള്ള ദിവസങ്ങളിലൊന്നും ഈ പറയുന്ന റോഡിൽ ഞാൻ നോക്കുമ്പോൾ റോഡിൽ അവിടെ ഇവിടെ ആയിട്ട് ചെക്കിങ് കാണുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന പരിസരത്ത് ഒരു ചെക്കിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? അതോ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരുടെ വണ്ടികളൊന്നും ചെക്ക് ചെയ്യില്ല എന്ന് നിയമമുണ്ടോ? കാരണം അവർക്ക് മാത്രം എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ? കാരണം ഇപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് മാത്രം പ്രിവിലേജും ബാക്കിയുള്ളവർക്ക് ഒരു പ്രിവിലേജും ഇല്ല. ഇപ്പോൾ നമ്മുടെ നടൻ ദിലീപിന്റെ കേസിൽ പോലും നടൻ ദിലീപിന്റെ എന്താ പറയുക അവകാശങ്ങൾ ഇവിടെ ഹനിക്കപ്പെടുന്നുണ്ട്. കോടതി അവനെ വെറുതെ വിട്ടു. അതിപ്പോൾ തെളിവുകളുടെ അഭാവത്തിലാണെങ്കിലോ അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്തിലാണ് അവനെ വിട്ടയച്ചിരിക്കുന്നത്. ഇനി അവൻ പ്രതിയാണെങ്കിൽ പോലും കോടതി ശിക്ഷിക്കാത്തിടത്തോളം കാലം മനുഷ്യരായ ഇപ്പൊ ജിഷിൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് ശിക്ഷിക്കാൻ അവർക്ക് അധികാരമില്ല. പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം എന്താ പറയാ, ഒരു പ്രശ്നത്തിന്റെ പേരിൽ ദിലീപിനെ ഇപ്പോൾ ക്രൂശിക്കാനായിട്ട് എല്ലാവരും ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്തിൽ എന്താ പറയുക, ചിലർക്ക് മാത്രം സെലിബ്രിറ്റി സ്റ്റാറ്റസ് അവർക്ക് ചില പ്രിവിലേജുകൾ കൊടുത്തുകൊണ്ട് ഇപ്പൊ ഈ പറയുന്ന നടന് ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് വെക്കുക. കുറച്ചു കാലത്തേക്കെങ്കിലും ഈ പറയുന്ന പോലെ വണ്ടി ഓടിക്കാതിരിക്കട്ടെ അവൻ. അങ്ങനെയൊക്കെയുള്ള കടുത്ത നടപടികൾ ചെയ്യണം. ഇത് ജസ്റ്റ് വെറുതെ ഒരു കേസ് കൊടുത്തത്. ഇപ്പൊ ഇടിച്ച വ്യക്തി മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ പറഞ്ഞ ജിഷിൻ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതിനകത്ത് മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ സെലിബ്രിറ്റികളായ ആൾക്കാർ ഇതുപോലെ മദ്യപിച്ചും MDMA അതുപോലുള്ള മയക്കുമരുന്ന് അടിച്ചുകൊണ്ടും വഴിനീളം നടന്ന് വാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ ഇടിച്ചു തെറിപ്പിച്ച് ചിലരെയൊക്കെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് പോലീസിൽ ഏൽപ്പിച്ചാൽ മതി. നിയമത്തിൻ്റെ വഴിയെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങുമെന്നാണ് ജിഷിൻ പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിയമത്തിന് മുമ്പിൽ ഈ പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇന്നാള് ഈ കത്രിക്കടവിൽ വെച്ചിട്ട് ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഒരു സീരിയൽ നടി മദ്യപിച്ച് മതോന്മത്തനായി വണ്ടി ഓടിച്ചുകൊണ്ട് അത് തടയാൻ ചെന്ന ആൾക്കാരെ തെറി പറഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഈ പറയുന്ന തടയാൻ ചെന്നവർക്കെതിരെ കേസ് വരെ എടുത്തു. അപ്പോൾ സീരിയൽ ആയാലും സിനിമാ രംഗത്തായാലും ആർക്കും ഒരു പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല. ഈ പറയുന്ന പ്രിവിലേജ് നിയമം കൽപ്പിച്ചു തരുന്നത് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ആ സേഫ്റ്റി അല്ലെങ്കിൽ ആ പ്രിവിലേജ് എന്താ പറയുക, ആ പ്രിവിലേജുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി മുതൽ ഒരു സെലിബ്രിറ്റിയും ഈ പറയുന്ന പോലെ മദ്യപിക്കുകയോ എന്ത് ചെയ്യുമോ കഞ്ചാവ് അടിക്കുകയോ എന്തോന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾ ഒരു ഡ്രൈവറെ വെച്ച് നിങ്ങളുടെ വണ്ടി സേഫായിട്ട് നിങ്ങളെയും വീട്ടിലെത്തിക്കാനുള്ള സംവിധാനം നിങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓടിക്കുക. അതിപ്പോൾ സെലിബ്രിറ്റീസ് മാത്രമല്ല, സാധാരണക്കാരാണെങ്കിലും നമ്മൾ മദ്യപിക്കാതിരിക്കുക. ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ മദ്യപിച്ചാൽ പോലും നമ്മൾക്ക് സേഫായിട്ട് വീട്ടിലെത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സാഹചര്യം നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറെയോ നമ്മുടെ ഫ്രണ്ടിനെയോ ആരെങ്കിലും അറേഞ്ച് ചെയ്ത് നമ്മളെ വീട്ടിലെത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലാതെ ഈ പറയുന്ന എന്താ പറയുക, മദ്യപിച്ചുകൊണ്ട് പോയി ഒരുത്തനെ പോയി ഇടിച്ചു കഴിഞ്ഞിട്ട് അതല്ല നിങ്ങൾ എന്താ പറയുക അത് പറ്റിപ്പോയി അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ആ ജീവൻ നഷ്ടപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണ ജനങ്ങളാണെങ്കിലും മദ്യപിക്കാതിരിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക. മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ കൈവെക്കും, അത് സ്വാഭാവികം മാത്രമാണ്. അവൻ്റെ ശരിക്കും പറഞ്ഞ് ജീവൻ തിരിച്ചിട്ടിയതെല്ലാം നല്ല കാര്യം. കാരണം അവൻ്റെ എന്താ പറയുക ആ ഒരു അശ്രദ്ധമായ കാര്യത്തിന് ഡ്രൈവിംഗ് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പകരം അവൻ്റെ മോന്ത അടിച്ച് പൊളിക്കാറ്. ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് അവൻ്റെ മോന്ത അടിച്ച് പൊളിച്ചാണ്. അത്രേ ചെയ്യുള്ളൂ. ജിഷിനല്ല, ഇനി ജിഷിൻ്റെക്കാളും വലിയ സീരിയൽ ആർട്ടിസ്റ്റ് വന്നിട്ട് ന്യായീകരിച്ചാലും കാര്യമൊന്നുമില്ല. ജിഷിനൊക്കെ ഈ പറയുന്ന പോലെ എല്ലാ തികഞ്ഞ മനുഷ്യനൊന്നുമല്ല. ജിഷിൻ
ഈ പറയുന്ന ഇവനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ജിഷിനൊക്കെ ഇതിനും വലിയ പക്ക ഉടായ്പകളായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വണ്ടി ഹയർ ചെയ്ത് പോകുക. യൂബർ പോലുള്ള ടാക്സി സർവീസ് അടക്കം ഇപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ വീട്ടിലെത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ മദ്യപിച്ചുകൊണ്ട് ജനസാന്ദ്രതയേറിയ വഴിയിലൂടെ റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് നിങ്ങളുടെ പരാക്രമം കാണിച്ചുകൊണ്ട് മനുഷ്യനെ വണ്ടി ഇടിച്ച് പലരെയും കൊല്ലാറാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയ പുണ്യപ്രവൃത്തി അല്ലെങ്കിൽ വലിയ സംഭവമാണ്, ഞങ്ങളത് സെലിബ്രിറ്റീസ് ആണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഇടി ഓൺ ദി സ്പോട്ടിൽ കിട്ടും, ചിലപ്പോൾ കഴുത്ത് നേരിഞ്ഞത് വരും എന്ന് കരുതിയിട്ട് നിയമം കയ്യിലെടുക്കാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിയമം കയ്യിലെടുക്കാൻ സാധാരണക്കാരന് അവകാശമില്ല. എന്നിരുന്നാലും ഈ പറയുന്ന തന്തയില്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല ചാമ്പ് കിട്ടും. അത് ആരായാലും, സെലിബ്രിറ്റി ആണെങ്കിലും ആരാണെങ്കിലും നല്ല ചാമ്പ് തന്നെ കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.